നമ്മുടെ രാജ്യം ദുരന്തങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കടന്നു പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതും കണ്ടതുമായ വാർത്തകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടം രാജ്യത്തെ ആകെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു. ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഇതിനെ കാണാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തീരങ്ങളിൽ നടന്ന കപ്പൽ അപകടങ്ങളും ഇപ്പോൾ വിമാന ദുരന്തവും നമ്മളിൽ ചിലർ ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. കേരള തീരങ്ങളിൽ പ്രത്യേകിച്ചും വിഴിഞ്ഞത്തോട് ചേർന്ന് അടുത്തടുത്ത് 2 കപ്പൽ അപകടങ്ങൾ സംഭവിച്ചു. ഒരു കപ്പൽ പൂർണ്ണമായും മുങ്ങി, മറ്റൊന്നിന് തീപിടുത്തമുണ്ടായി. വിഴിഞ്ഞം ഒരു അന്താരാഷ്ട്ര തുറമുഖമായി വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ യാദൃച്ഛികമാണോ? ലോകത്തിലെ വലിയ തുറമുഖങ്ങളെ നിയന്ത്രിക്കുന്ന വിദേശ കമ്പനികൾക്ക് വിഴിഞ്ഞത്തിന്റെ വളർച്ച ഒരു ഭീഷണിയാവാം. ഇന്ത്യൻ കമ്പനികൾക്ക് മുൻതൂക്കമുള്ള വിഴിഞ്ഞം പോർട്ടിന് ചീത്തപ്പേരുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനത്തിന് അപകടം സംഭവിക്കുന്നത്. ലണ്ടനിലേക്ക് പോകാനിരുന്ന ഒരു വിമാനമാണ് ജനവാസ മേഖലയിൽ അപകടത്തിൽപ്പെട്ടത്. ഈ ദുരന്തം വിമാനത്തിലുള്ളവർക്കും സമീപവാസികൾക്കും ഒരുപോലെ ആഘാതമായി മാറി. ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾക്കിടയിൽ ഈ വിമാനാപകടത്തെ എങ്ങനെ കാണണം? ഇവിടെയാണ് കഴിഞ്ഞ മാർച്ച് 11-ന് അരവിന്ദ് എന്ന പേരിൽ x.com-ൽ പങ്കുവച്ച ഒരു ട്വീറ്റ് ശ്രദ്ധേയമാകുന്നത്. ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന കോൺസ്പിറസി തിയറിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അരവിന്ദ്. അദ്ദേഹത്തിന് 111K-ൽ ഫോളോവേഴ്സുമുണ്ട്. ഈ ട്വീറ്റിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ഖാലിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ് താൽപര്യക്കാർ, തുർക്കി, ചൈനീസ് ശക്തികൾ, പാശ്ചാത്യ വംശീയവാദികൾ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു ആഴത്തിലുള്ള ശൃംഖല എയർ ഇന്ത്യയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ വിദ്വേഷം പുലർത്തുന്നവരും ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്നവരും എയർ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരും ഒരുമിച്ച് ചേരുന്ന ഒരു അവിശുദ്ധ ഇന്ത്യ വിരുദ്ധ ശൃംഖലയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എയർ ഇന്ത്യയുടെ ടോയ്ലറ്റ് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന ഒരു സംഭവം ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ 12 ടോയ്ലറ്റുകളിൽ 11 എണ്ണവും മാലിന്യം കാരണം അടഞ്ഞു പോയതിനാൽ വിമാനം അടിയന്തരമായി തിരികെ ഇറക്കേണ്ടി വന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യയും ഒരുപാട് പരിഹാസങ്ങൾക്ക് പാത്രമാക്കി. ഇത് മനഃപൂർവ്വം എയർ ഇന്ത്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അട്ടിമറിക്കാൻ ചെയ്തതായിരിക്കാമെന്നാണ് അരവിന്ദ് സംശയിക്കുന്നത്. ഈ സംഭവങ്ങളിൽ എയർലൈൻ ജീവനക്കാർക്കും മാനേജ്മെന്റ് പോലും അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ പങ്കുണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ കൃത്യമായ PR വർക്കുകൾ നടക്കാത്തത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും വിശ്വാസ്യതയെയും സോഫ്റ്റ് പവറിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതാൻ മടി കാണിക്കുമ്പോൾ ഇത്തരം ദുരന്ത വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊരു ശ്രദ്ധേയമായ കാര്യവുമാണ്. പാകിസ്ഥാനി യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ട കാര്യം പോലും വാർത്തയാക്കാൻ മടി കാണിച്ച മാധ്യമങ്ങൾ ഈ വിമാന അപകട വാർത്ത വലിയ തലക്കെട്ടുകളോടെ നൽകുന്നത് ഇതിന്റെ ഭാഗമായി കാണണം. അരവിന്ദിന്റെ പോസ്റ്റ് പൂർണ്ണമായും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയെയും എയർ ഇന്ത്യയെയും തകർക്കാൻ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്നാണ്. ഖാലിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഡീപ് സ്റ്റേറ്റ്, ചൈന തുടങ്ങിയ പലരും എയർ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി വളരുന്നത് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നടന്ന ദുരന്തം ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ എല്ലാ സാധ്യതകളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കപ്പൽ അപകടങ്ങളുടെ കാര്യത്തിലും സമാനമായ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പഴകിയ കപ്പലുകൾ അപകടത്തിൽപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടുകയും മാലിന്യം ഇന്ത്യയിലേക്ക് തള്ളുകയും ചെയ്യുന്നതിനോടൊപ്പം വിഴിഞ്ഞം പോർട്ടിന് ചീത്തപ്പേരുണ്ടാക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ടാകാം. അന്താരാഷ്ട്ര കമ്പനികൾക്ക് വലിയ പങ്കില്ലാത്ത ഒരു ഇന്ത്യൻ സംരംഭമായ വിഴിഞ്ഞത്തിന്റെ വളർച്ച പലർക്കും കണ്ണിലെ കരടായിരിക്കാം. ഇത്തരം ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് കപ്പലിലെ ജീവനക്കാർ പോലും ചിലപ്പോൾ അജ്ഞരായിരിക്കാം. നമ്മുടെ രാജ്യം ഒരു പ്രധാന ശക്തിയായി വളരുമ്പോൾ പലതരത്തിലാണ് നമ്മുടെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കാനും നമ്മുടെ പേരിന് കളങ്കം വരുത്താനും നമ്മുടെ സംരംഭങ്ങളെ ഇല്ലാതാക്കാനും ശ്രമങ്ങൾ നടക്കുന്നത്. ഈ ലോകത്ത് നമുക്കറിയാത്ത പല ഗൂഢ ലക്ഷ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എയർ ഇന്ത്യ ഒരു ചെലവ് കുറഞ്ഞതും മികച്ചതുമായ എയർലൈനായി മാറിയാൽ അത് മറ്റ് പല വിമാന കമ്പനികൾക്കും ഭീഷണിയാകും. അതുപോലെ വിഴിഞ്ഞം പോർട്ട് ഒരു പ്രധാന തുറമുഖമായി മാറിയാൽ അത് മറ്റു പോർട്ടുകൾക്ക് ഭീഷണിയാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എയർ ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിക്കാനും വിഴിഞ്ഞം പോർട്ടിന് കളങ്കം വരുത്തുവാനും പലരും ശ്രമിച്ചേക്കാം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇന്ന് ലോകത്ത് ഓരോ സംഭവങ്ങളും നടക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തൊരു സംഭവം ഉണ്ടായാലും അത് സ്വാഭാവികമാണെങ്കിൽ പോലും അതിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. കാരണം നമുക്കെതിരെ പല രാജ്യങ്ങളും ശക്തികളും ഒന്നിക്കുന്നതായി കാണാം. നമ്മൾ ആരെയും ആശ്രയിക്കാതെ ശക്തമായി വളരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. നമ്മുടെ പേരിന് കളങ്കം വരുത്താൻ അവർ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നു. എയർ ഇന്ത്യ വിമാനം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമുണ്ടായേക്കാം. എയർ ഇന്ത്യക്ക് പ്രശ്നമുണ്ടെന്ന് നമ്മൾ തന്നെ പറയും. എന്നാൽ ആരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യദ്രോഹം ചെയ്യുന്ന ചാരന്മാരെയും ഈ അടുത്തിടെ നമ്മൾ പിടികൂടിയിരുന്നു. നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യവിരുദ്ധരുണ്ടാകാം. എയർ ഇന്ത്യയിലും മറ്റ് സ്ഥാപനങ്ങളിലും ഇങ്ങനെ ആളുകൾ ഉണ്ടായിക്കൂടെ? ചൈന, പാകിസ്ഥാൻ, ISI, യൂറോപ്പിലെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഡീപ് സ്റ്റേറ്റ് തുടങ്ങിയവർ രാജ്യത്തെയും രാജ്യത്തിന്റെ സ്ഥാപനങ്ങളെയും ഒറ്റിക്കൊടുക്കാൻ പണം നൽകിയേക്കാം. ഒരു സ്ഥാപനത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ സംശയിച്ചേക്കാം. അവർ കളങ്കമില്ലാത്തവരോ ആർക്കു വേണ്ടിയെങ്കിലും പ്രവർത്തിക്കുന്നവരോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഈ അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിച്ചതാകാം. എന്നാൽ നമ്മുടെ രാജ്യത്തെ ആരൊക്കെയോ നിരന്തരമായി ലക്ഷ്യമിടുന്നുണ്ടെന്ന തോന്നൽ ശക്തമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കാനും നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കാനും വളർച്ചയെ തടസ്സപ്പെടുത്താനും ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്ന 300-ലധികം പേരെ ഇല്ലാതാക്കിയ ഈ ദാരുണമായ വിമാനാപകടം നമ്മെ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത് എന്നാണ്. ഈ വിഷമഘട്ടത്തിൽ എല്ലാവരും പരസ്പരം താങ്ങും തണലുമാകണം. ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ വിദഗ്ധരെ നിയോഗിച്ചിട്ടുമുണ്ട്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ അന്വേഷണ റിപ്പോർട്ട് സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. നിങ്ങളുടെ ചിന്തകൾ എന്താണ്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.